ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവർക്ക് ക്രിസ്തുവേശുവിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. 2026 ഫെബ്രുവരി മാസം 26-ാം തീയതി ചെറിയ മെസ്സേജ് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തർപ്രദേശിൽ മലയാളിയായിരിക്കുന്ന പാസ്റ്റർ ബൈബിളും മതഗ്രന്ഥങ്ങളും കയ്യിൽ വെച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ കൊച്ചി കേരളത്തിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ തന്നെ സഹപൗരന്മാരായിരിക്കുന്ന വടക്കേ ഇന്ത്യക്കാർ കേരളത്തിൽ മദ്യം, ലഹരിമരുന്ന് ഉപയോഗങ്ങൾ മാത്രമല്ല എയ്ഡ്സ് വരെ വിതരണം ചെയ്തിട്ടും നമ്മുടെ ഒരു പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നില്ല. നിയമ സംവിധാനങ്ങളൊക്കെ അവരുടെ മുമ്പിൽ പതറി നിൽക്കുമ്പോൾ സമാധാനത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള MP-മാരൊക്കെ നമുക്ക് ഉണ്ടായിരുന്നിട്ടും ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും പ്രതിഷേധവുമൊക്കെ മതാടിസ്ഥാനത്തിലായിപ്പോയി എന്നുള്ളത് ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയം തന്നെ. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കുക, നീതി ലഭിക്കണമെങ്കിൽ ദൈവത്തിങ്കിൽ മാത്രമേ നീതി ലഭിക്കത്തുള്ളൂ. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെതിരായിട്ട് പ്രതികരിക്കുകയോ നേതാക്കന്മാർ ഇതുവരെ പ്രതികരിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നുള്ളത് ഒരു സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമക്കൾ കായികപരമായി പ്രതിഷേധിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഹൃദയം ജനാധിപത്യപരമായി അല്ലെങ്കിൽ നിയമപരമായി പ്രവർത്തിക്കുവാൻ അവരുടെ ഹൃദയങ്ങൾക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യം വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. മദ്യപാനികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. യൗവന തലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ദൈവം ഇടപെട്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഇന്നും ഭൂരിപക്ഷം സമൂഹം 4 സെൻറ്റിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അധികാരത്തിൽ വന്നവരൊക്കെ തന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകി എന്നുള്ളതല്ലാതെ ഭരണകൂടങ്ങൾ അതിനുവേണ്ടി ഇടപെടുകയോ മാന്യമായ രീതിയിൽ ഇടപെടൽ അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നമുക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കും. പക്ഷേ അവരത് ചെയ്യുന്നില്ല. വിവേചനപരമായിട്ടാണ് അവരെല്ലാം ഇടപെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയും വോട്ടുബാങ്ക് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 സെൻറ്റിൽ കിടക്കുന്നവർക്ക് വേണമെങ്കിൽ അവർക്ക് വാസയോഗ്യമായിരിക്കുന്ന കൃഷിയിടങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ സർക്കാരിന് സാധിക്കും. ഉദാഹരണമായിട്ട് ഇന്നും ബ്രിട്ടീഷുകാർ പട്ടക്കരാറായി കൊടുത്തിരിക്കുന്ന എസ്റ്റേറ്റുകൾ ഇന്നും ആ മുതലാളിമാരൊക്കെ തന്നെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേ രീതിയിൽ ഇവിടുത്തെ കർഷകന് 1 ഏക്കർ സ്ഥലം പാട്ടക്കാലാവസ്ഥിതി അനുസരിച്ച് കൊടുത്തിരുന്നെങ്കിൽ പോലും നമ്മുടെ ഭക്ഷ്യക്ഷാമവും ഒക്കെ പരിഹരിക്കുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും അധികാരികളുടെ കണ്ണുകളെ തുറക്കുവാൻ ജീവനുള്ള ദൈവമായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ മുമ്പിൽ നാം മുഴങ്കാൽ മടക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്നോട് നിലവിളിക്കുമെങ്കിൽ ഞാൻ അവരുടെ നിലവിളി കേട്ട് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അതുകൊണ്ട് ആ ദിവസം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജാതിമത ഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറുവാൻ നാം എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കും.